ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മുടെ മുന്നിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞു. പ്രസംഗത്തിലേക്ക് ഞാൻ ആദ്യം പോവുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് അവിടെ പ്രഹ്ലാദ് ജോഷി പ്രസംഗിച്ചു അവരുടെ സമ്മേളനത്തിൽ. പ്രഹ്ലാദ് ജോഷി പറഞ്ഞു അദ്ദേഹം കേരളത്തെക്കുറിച്ചൊരു ബ്ലൂ പ്രിൻ്റ് മനസ്സിലുള്ള നേതാവാണ് എന്ന്. സ്വാഭാവികമായും അദ്ദേഹം അങ്ങനെ ഒരു ആമുഖ സംഭാഷണം നടത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹം പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള ആദ്യം ആയി കേരളത്തെ അഭിസംബോധന ചെയ്യുന്ന, ലൈവായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമാണ്. അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും പറയേണ്ടിയിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് പറഞ്ഞില്ല. പകരം അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ കുറേ കാതലായ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടല്ലോ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് സഹായം ലഭിച്ചില്ല, ഒരു പൈസ പോലും ലഭിച്ചില്ല. കേരളം സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്നു. എയിംസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചിരകാല ആവശ്യം അഡ്രസ്സ് ചെയ്യപ്പെടാതെ നിൽക്കുന്നു എന്ന് തുടങ്ങി BJPക്ക് ഇപ്പോൾ വളരെ പ്രിയങ്കരമായി അവരവരുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ഉള്ളറയിൽ എടുത്തു വയ്ക്കുന്നൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന ആശമാരുടെ ആവലാതിയുണ്ട്, അങ്കണവാടി പ്രവർത്തകരുടെ ആവലാതിയുണ്ട്. ഇത് രണ്ടിനെയും അദ്ദേഹം പരാമർശിച്ചില്ല. പകരം അദ്ദേഹം പറഞ്ഞത് കുറച്ച് കാര്യങ്ങളാണ്. കേരളത്തിൽ വികസന മുരടിപ്പാണ്, യുവാക്കൾ ഇവിടെ നിന്ന് നാട് വിടുകയാണ്, സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുന്നില്ല, കടമെടുത്ത് കേരളം മുടിയുകയാണ്, സ്വന്തം വരുമാനം ഉണ്ടാക്കുന്നില്ല കേരളം എന്നൊക്കെ ഒരു കണക്കും ഉദ്ധരിക്കാതെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്തെങ്കിലും പുതിയ ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കുകയല്ല, എവിടെ നിന്നോ ഉള്ള കുറിപ്പടികൾ ആവർത്തിക്കുകയാണ്, ദുർബലമായി ആവർത്തിക്കുകയാണ് എന്നൊരു പ്രതീതിയാണ് ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എന്നിൽ ഉണ്ടാക്കിയത്. താങ്കളൊരു നിരീക്ഷകനാണ്, താങ്കൾക്ക് ആ പ്രസംഗം എന്ത് തരത്തിലാണ് വിലയിരുത്തുന്നത്? ആ പ്രസംഗത്തെക്കുറിച്ച് പലതും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ പ്രസംഗം താങ്കളിൽ എന്ത് തരത്തിലുള്ള, എങ്ങനെയാണ് താങ്കൾ അതിനെ വിലമതിക്കുന്നത്? ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ പ്രസംഗവും പെർഫോമൻസും മാത്രം വായിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു തമാശ, എന്താ പറയാ, ലാഫിംഗ് സ്റ്റോക്ക് ആവും എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് ശരിയല്ലെന്നാ എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടാൽ ഒരു ശരാശരി മലയാളിക്ക് ചിരിയാണ് വരിക. അത് സ്വാഭാവികമാണ്. ഷാബു പ്രസാദ് ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരാളിങ്ങനെ എഴുതിയ പേപ്പറിൽ നോക്കിയിട്ട് ഞാൻ പഠിച്ച സ്കൂളിന്റെ പേരും അച്ഛന്റെ പേരും ഒക്കെ മലയാളത്തിൽ ഒരു മലയാളി പറയുമ്പോൾ നമുക്ക് ചിരിച്ചു പോകും. അത് ഏത് പാർട്ടിയുടെ ആൾ പറഞ്ഞാലും ചിരിച്ചു പോകും. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഷാബു പ്രസാദിനെ പോലെയുള്ള ആളുകൾ ഈ പറഞ്ഞു കയറ്റി വെക്കുന്ന പോലെയുള്ള തൊട്ടതെല്ലാം വിജയിപ്പിച്ച ആള് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തും വല്ലാത്ത അസത്യമുണ്ട്. ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അവരതായിരുന്നു BPL എന്ന് പറഞ്ഞ ടിവിയും ഫോണും സകലമാന സംഗതികളും. ആ കമ്പനി പൊളിഞ്ഞു പോയതാണ്, വെറുതെ പടച്ചാമ്പുരാൻ പൊളിച്ചതല്ല. അതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരാളുണ്ടായിരുന്നു. അതിനുശേഷം BPL മൊബൈലായിരുന്നു ഇന്ത്യയിൽ ആദ്യം, കേരളത്തിലൊക്കെ ആദ്യം, എന്താ പറയാ, GSM സെല്ലുലാർ സർവീസ് തുടങ്ങിയ സാധനം. അതും അങ്ങോട്ടോ പോയിട്ടുണ്ട്. വിജയിക്കുക എന്ന് പറഞ്ഞാൽ കുറേ കാശ് ഉണ്ടാക്കുകയാണെന്നുള്ളൊരു ധാരണയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. വെറുതെ പറഞ്ഞുകൊണ്ട് പറയാൻ മാത്രമാണ്. അത് ഗുരുവിന്റെ വചനം എടുത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നതിലും അത് തന്നെ കാണിക്കുന്നുണ്ട്. അഭിവൃദ്ധിപ്പെടുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉണ്ടാവുക എന്നല്ലല്ലോ. സമ്പത്ത് അതിൽ ഒരു ഘടകം മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, എല്ലായിടത്തും വിജയിച്ച ആളൊന്നുമല്ല. തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചിട്ട് പരാജയപ്പെട്ട ആളാണ്. ഈ കേന്ദ്ര മന്ത്രിസഭ ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് വരാത്തോണ്ടാവാം ഞാൻ പൊളിറ്റിക്സ് തന്നെ വിടുന്നു എന്ന് ട്വീറ്റ് ചെയ്ത ആളാണ്. പലതവണ സോഷ്യൽ മീഡിയയിൽ ചെയ്ത ട്വീറ്റുകൾ അങ്ങനെ തന്നെ മുക്കി ഓടിയിട്ടുള്ള ആളാണ്. അതൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഏത് തരത്തിലാണ് അത് അപകടമാവുന്നത് എന്നുള്ളത് ഷാബു പ്രസാദ് തന്നെ പറയുന്നുണ്ട്. അതായത് രാഷ്ട്രീയക്കാരെല്ലാം മോശക്കാരാണെന്നുള്ള ഒരു അപ്പൊളിറ്റിക്കൽ ചിന്തയുണ്ടല്ലോ, ഒരു അരാഷ്ട്രീയ ചിന്ത. ആ ചിന്തയുടെ പുറത്താണ് വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികളും ഒക്കെ സ്വാഭാവികമായിട്ടും വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ പടർന്നു പിടിക്കാം. അത് BJPക്കും RSSനും നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ആളുകളെ എന്താ പറയാ അട്രാക്ട് ചെയ്യാനും ല്യൂർ ചെയ്യാനും പറ്റിയ ഒരു ഫിഗറാണ്, ഒരു ഇമേജ് ആണ് ഒരർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ. അതേസമയം തന്നെ അതിഭീകരമായ കമ്മ്യൂണൽ ഹെയ്റ്റ്രിഡിന്റെ, അപരമത വിദ്വേഷത്തിന്റെ, അപര സമുദായ വിദ്വേഷത്തിന്റെ വാക്കുകൾ ഒരു മടിയുമില്ലാതെ പറയാൻ തനിക്ക് ഗംഭീരമായിട്ട് പറ്റുമെന്ന് പല ഉദാഹരണങ്ങളൂടെ തെളിയിച്ചിട്ടുള്ള ആളുമാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഒരു ഡിസ്കഷനിൽ, ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ്.
ഒരേ സമയം വളരെ റിഫൈൻഡ് ആയ ഓക്സ്ഫോർഡ് ആക്സെന്റിൽ സംസാരിക്കുകയും ഇന്റൽ ചിപ്പിന്റെ കഥകളൊക്കെ പറയുകയും കേരളത്തിന്റെ വലിയ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുകയും ഇന്ത്യയുടെ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുകയും അതേ സമയം കളമശ്ശേരിയിൽ ബോംബ് വെച്ചത് ഹമാസ് ആണെന്ന് കേന്ദ്രമന്ത്രിയായിരിക്കെ പറയാനും മടിയില്ലാത്ത ആളാണ്. ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് MT രമേശിന്റെ വായിൽ നിന്ന് ഒരു കാരണവശാലും കേൾക്കാൻ പറ്റുമായിരുന്നില്ല, ശ്രീധരൻ പിള്ളയുടെ വായിൽ നിന്ന് കേൾക്കാൻ പറ്റുമായിരുന്നില്ല. എന്തൊക്കെ നമ്മൾ ട്രോൾ ചെയ്യാലും K സുരേന്ദ്രന്റെ വായിൽ നിന്നും ഇത്തരം എക്സ്ട്രീം സാധനങ്ങൾ വരികയായിരുന്നില്ല. നല്ല RSS മോശം RSS ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും വ്യക്തിപരമായ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. മാത്രമല്ല ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു ഫ്ലോ ഇല്ല എന്നുള്ളത് കൊണ്ടൊന്നും നമ്മൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടല്ല. കാരണം രാജീവ് ചന്ദ്രശേഖരന് അറിയാം അദ്ദേഹത്തിന് എന്തറിയില്ല എന്നുള്ളത്. ഇപ്പൊ K സുരേന്ദ്രന്റെ കേസിൽ ഹി ഡസൻ നോ വാട്ട് ഹി ഡസൻ നോ എന്നാ പറയാം. അയാൾക്ക് എന്താണ് അറിയാത്തതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ കേസിൽ ഹി നോസ് വാട്ട് ഹി ഡസൻ നോ. അയാൾക്ക് എന്തറിയില്ല എന്നറിയാം. അത് അയാൾ എഴുതിക്കൊണ്ടുവന്ന് വായിക്കും. അവിടെയാണ് അയാൾ അതിസമർത്ഥനാവുന്നത്, അത്യാവശ്യം അപകടകാരിയാവുന്നത്. ഒരു വശത്ത് RSSന്റെ സംഘടനാ സിസ്റ്റവും ഇപ്പുറത്ത് വളരെ വളരെ ക്രൂക്കഡ് ആയുള്ള ഒരു സ്ട്രാറ്റജിക് ടീം ഉണ്ടായിരുന്നാൽ അദ്ദേഹം അത്യാവശ്യം പ്രഹരശേഷിയുള്ള ഒരു സംഗതി ആവുമെന്നും അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തെ ട്രോൾ ചെയ്തുകൊണ്ടോ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി നവീനമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, കമ്മ്യൂണിക്കേറ്റീവ് മേഖലയിലുള്ള സംഗതികൾ ഇടതുപക്ഷവും UDFും ആലോചിക്കേണ്ടതുണ്ട് എന്ന് തന്നെ, അത്തരമൊരു ഗൗരവത്തോടെ അതിനെ കാണണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ പ്രേംകുമാർ ട്രോളിയാണ് അതെ, അദ്ദേഹത്തെ പരിഹാസ കഥാപാത്രമായി അവതരിപ്പിക്കുകയല്ല, ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്ന് ഡോക്ടർ പ്രേംകുമാർ നിരീക്ഷിക്കുന്നു.